ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ റാവോ ബഹാദൂർ എന്ന മിസ്റ്ററി ത്രില്ലർ മൂവിയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ ആദ്യ സീനിൽ തന്നെ ഒരു രാജകുടുംബത്തെയാണ് കാണിക്കുന്നത്. 70കളിൽ നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒരു ചെറിയ കുട്ടി അവിടെയുള്ള എല്ലാ ഫോട്ടോകളും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടിയെ മാത്രം ആ കുടുംബത്തിൽ ഒരാളായി ചേർത്തിട്ടില്ല എന്ന് മനസ്സിലാവുന്നു. ഇതോർത്ത് ആ കുട്ടി സങ്കടപ്പെട്ട് കരയാണ്. അപ്പോഴാണ് പെട്ടെന്ന് മരവേരുകൾ ആ സ്ഥലത്തേക്ക് വരുന്നത്. ആ കുട്ടിയെ അവിടെ നിന്ന് വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നു. അതായത് ആ കുട്ടി മരിച്ചുപോയി എന്ന് മനസ്സിലാവുന്നു. അതിനാൽ ശവക്കുഴിയിലേക്കുള്ള വേരുകൾ ആ കുട്ടിയെ വലിച്ചു കൊണ്ടുപോകുന്നു. എന്നെ വിട് എന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും വേരുകൾ അവനെ വലിച്ചു കൊണ്ടുപോകുന്നു. ഇപ്പോൾ ഈ വീട്ടിലുള്ള ഒരു രാജാവിനെ കാണിക്കുന്നു. അതായത് അവിടെ ഒരുപാട് രാജാക്കന്മാരുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അവരെല്ലാവരും മരിച്ചുപോയി. ഒരു ചെറിയ കുട്ടിയെ വേരുകൾ വലിച്ചു കൊണ്ടുപോയല്ലോ. ഇതെല്ലാം ഒരാൾക്ക് സ്വപ്നമായിട്ട് വരുന്നതാണ്. അയാളുടെ പേര് ഭുവനം എന്നാണ്. മുഴുവൻ പേര് ഭുവനം റാവു ബഹാദൂർ എന്നാണ്. അയാൾ പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നു. എനിക്ക് ആ ചോദ്യത്തിനുള്ള ഉത്തരം അറിയണം എന്ന് പറഞ്ഞ് അയാൾ പുലമ്പുകയാണ്. ഒരു ഘട്ടത്തിൽ അയാൾ ബോധരഹിതനാവുന്നു. വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയെ കാണിക്കുന്നു. അവര് ഭുവനത്തിന് ചായ കൊടുക്കാനായി ആ റൂമിലേക്ക് വരുന്നു. അപ്പോഴാണ് അയാൾ ബോധം കെട്ട് കിടക്കുന്നത് കാണുന്നത്. ഉടനെ ഹോസ്പിറ്റലിൽ വിവരം അറിയിക്കണമെന്ന് കരുതി അവർ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുന്നു. ഒരു നേഴ്സാണ് കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുന്നത്. ഈ ഹോസ്പിറ്റലിലുള്ള ആചാരി എന്നൊരാളെ കാണിക്കുന്നു. അയാളാണ് ഭുവനത്തിന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഒരു സ്ത്രീ മരിക്കാൻ കിടക്കുകയാണ്. എന്നാൽ അയാൾ പറയുന്നത് ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ ഇനിയും ഒരുപാട് കാലം ജീവിക്കും എന്നാണ്. ഇയാളെന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് കൂടെയുള്ള പെൺകുട്ടി ശ്രദ്ധിക്കുന്നുണ്ട്. എന്തിനാണ് അങ്ങനെ നുണ പറഞ്ഞത് എന്ന് അവൾ ചോദിക്കുന്നു. മരിക്കുന്നത് വരെയെങ്കിലും അവർ സമാധാനത്തോടെ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് നുണ പറഞ്ഞത്. നുണ പറയുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല എന്ന് അയാൾ അവിടെ വെച്ച് പറയുന്നു. അപ്പോഴാണ് ഭുവനത്തിന് സുഖമില്ല എന്ന വിവരം ലഭിക്കുന്നത്. ഫോണിൽ സംസാരിച്ച നേഴ്സ് ഈ വിവരം പറയുന്നു. അയാൾ ഭുവനത്തെ കാണാൻ പോകാൻ തീരുമാനിക്കുകയാണ്. നമ്മുടെ നായകന്, അതായത് ഭുവനത്തിന്, ലാവണ എന്ന പേരിലൊരു മകനുണ്ട്. അവനും വിളിച്ച് ഇയാളോട് കാര്യങ്ങൾ പറയുന്നു. ശരി, ഞാൻ ഉടനെ വരാം എന്ന് ഇയാളും പറയാണ്. നമ്മുടെ നായകനെ സംബന്ധിച്ച് ഏകദേശം 50 വയസ്സായിട്ടുണ്ട്. എന്നാൽ ഏതോ ഒരു കാര്യം ഓർത്ത് വിഷമിച്ച് അയാൾ ഭയങ്കരമായി മദ്യപിക്കുന്നുണ്ട്. കുടിച്ച് അയാളുടെ ലിവർ തന്നെ ഡാമേജ്ഡ് ആയി. ഈ നേരത്തിനുള്ളിൽ അയാൾ മരിക്കേണ്ടതായിരുന്നു. എങ്ങനെ ജീവിച്ചിരിക്കുന്നു എന്ന് തന്നെ അറിയില്ല എന്നാണ് ഡോക്ടർമാരെല്ലാവരും പറയുന്നത്. ഈ ആചാരിയും ഒരു ഡോക്ടറാണ്. പുറത്തുള്ള ഡോക്ടർമാരെല്ലാവരും ഈ വിവരങ്ങൾ ഇയാളോട് പറയുന്നുണ്ട്. എന്തിനാണ് അവൻ ഇങ്ങനെ ശരീരം നശിപ്പിക്കുന്നത്? അവനോട് സാവധാനം സംസാരിച്ച് നോക്ക് എന്ന് ആചാരിയോട് പറയുന്നു. ശരി, ഞാൻ നോക്കിക്കോളാം എന്ന് ആചാരിയും സമ്മതിച്ച് ആ സ്ഥലത്തേക്ക് വരികയാണ്. ഒരു വിധത്തിൽ അയാളും വീട്ടിലെത്തുന്നു. ഭുവനത്തിന് രേണുക എന്ന പേരുള്ള ഒരു ഭാര്യയുണ്ട്. അവര് റൂമിൽ നിന്ന് പുറത്തേക്ക് വരികയില്ല. രേണുക പുറത്തു വന്നോ എന്ന് അയാൾ ജോലിക്കാരോട് ചോദിക്കുന്നു. ഇല്ല മാഡം, പുറത്തു വന്നിട്ടില്ല, ഇപ്പോഴും അകത്ത് തന്നെയാണ് എന്ന് ജോലിക്കാരും പറയുന്നു. ഇപ്പോൾ സുഹൃത്ത് ഭുവനത്തെ കണ്ട് സംസാരിക്കാൻ റൂമിലേക്ക് വരുന്നു. ഭുവനം കുറച്ച് വിഷമിച്ചിരിക്കുകയാണ്. അയാൾ തന്നോട് തന്നെ സംസാരിക്കുകയാണ്. ഡാ, നിനക്ക് എന്താടാ പറ്റിയത്? ട്രീറ്റ്മെന്റിനായി നിന്നെ ഞാൻ കൊണ്ടുപോവാം. നിനക്ക് മെന്റൽ പ്രോബ്ലം ആണ് എന്ന് സുഹൃത്ത് പറയുന്നു. എനിക്ക് മെന്റൽ പ്രോബ്ലം ഒന്നുമില്ല. എന്നെ സംബന്ധിച്ച് അവൻ എനിക്ക് ജനിച്ചതാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കണം എന്ന് അയാൾ പറയുന്നു. സത്യത്തിൽ ഇയാൾക്ക് ലാവണ എന്ന പേരിലൊരു മകനുണ്ടെന്ന് പറഞ്ഞല്ലോ. രണ്ടാമതൊരു മകൻ കൂടി ജനിച്ചിട്ടുണ്ട്. അവനെ കണ്ടാൽ ഇയാളെ പോലെ ഇരിക്കില്ല. അതുകൊണ്ട് അയാൾക്ക് ഭാര്യയെ സംശയമാവുന്നു. അതായത് സ്വപ്നത്തിൽ വന്ന ആ ചെറിയ കുട്ടിയില്ലേ, അവനാണ് രണ്ടാമത്തെ മകൻ. അവൻ എനിക്ക് ജനിച്ചവനാണോ എന്ന് എനിക്ക് കണ്ടുപിടിക്കണം. ഇപ്പോഴാണെങ്കിൽ DNA ടെസ്റ്റ് ഒക്കെ ചെയ്യാലോ. എനിക്കായി ആ ടെസ്റ്റ് ചെയ്യേ എന്ന് അയാൾ ചോദിക്കുകയാണ്. എന്നാൽ സുഹൃത്തായ ആചാര്യ പറയുന്നത് അതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമാണ്. അവന്റെ ബോഡി തോണ്ടിയെടുത്ത് അവനെ അപമാനിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചേക്ക് എന്നാണ്. എന്നാൽ സുഹൃത്ത് ഇത് സമ്മതിക്കാത്തത് കൊണ്ട് അയാൾക്ക് ദേഷ്യം വരുന്നു. നീ സമ്മതിച്ചില്ലേ, എന്തിനാണ് ഈ വീട്ടിൽ നിൽക്കുന്നത്? ഇറങ്ങിപ്പോ എന്ന് അയാൾ പറയുന്നു. സുഹൃത്ത് പോകാൻ നിൽക്കുമ്പോൾ രേണുകയോട് ഒരു വാക്ക് സംസാരിക്കാമെന്ന് കരുതുന്നു. എന്നാൽ രേണുകയ്ക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ചെറിയൊരു ഡോറുണ്ട്, അത് അവർ പെട്ടെന്ന് അടയ്ക്കുന്നു. ഇയാളിപ്പോ താഴെ വന്ന് മകനോട് സംസാരിക്കുന്നു. ഇവനാണ് നായകന്റെ മൂത്ത മകൻ. പേര് ലാവണ. ലാവണയെ സംബന്ധിച്ച് അച്ഛൻ കഷ്ടപ്പെടുന്നത് കാണാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് താൻ വിദേശത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നത് എന്ന് അവൻ പറയുന്നു. നീ സ്നേഹത്തോടെ നിന്റെ അച്ഛനോട് സംസാരിച്ചാൽ തന്നെ പ്രോബ്ലം ശരിയാവും എന്ന് ആചാര്യ പറയാണ്. എന്നാൽ അവനെ സംബന്ധിച്ച് അവൻ പറയുന്നത് അല്ല, എൻ്റെ അച്ഛന് ആ ചോദ്യത്തിനുള്ള ഉത്തരം ലഭിക്കണം, എങ്കിലേ അദ്ദേഹം സമാധാനത്തോടെ മരിക്കുകയുള്ളൂ. ആ ചോദ്യത്തിനുള്ള ഉത്തരം എങ്ങനെയെങ്കിലും അച്ഛനെ അറിയിക്കണം. അതിന് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും എന്നാണ്. നിന്റെ അച്ഛനാണ് പുലമ്പിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ നീയും അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയാണല്ലോ. അവൻ നിന്റെ അനിയനാണ് എന്ന് ആചാര്യ അവിടെ വെച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം മുകളിൽ നിന്ന് നമ്മുടെ നായകനും ശ്രദ്ധിക്കുന്നുണ്ട്. ഇല്ലില്ല, അവൻ എൻ്റെ മകനല്ല എന്നൊക്കെ പറഞ്ഞ അയാൾ പുലമ്പുകയാണ്. നായകൻ എന്തുകൊണ്ടാണ് ഈ അവസ്ഥയിലായത് എന്നൊരു ചോദ്യം വരുന്നുണ്ടല്ലോ. ഇപ്പോഴാണ് നായകനുമായി ബന്ധപ്പെട്ട ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഒരു 25 വർഷങ്ങൾക്ക് മുമ്പ് ഇയാൾ ഒരു പ്ലേ ബോയ് ആയാണ് നടന്നിരുന്നത്. അതായത് ഒരുപാട് നാടുകളിൽ യാത്ര ചെയ്ത് അവിടെയുള്ള പെൺകുട്ടികളുമായി ഫ്ലേർട്ട് ചെയ്ത് ജോളിയായി ഡാൻസ് ചെയ്ത് അങ്ങനെയായിരുന്നു നടന്നിരുന്നത്. ഇയാളെ കണ്ട് സംസാരിക്കാനായി ആചാര്യ അവിടേക്ക് വരുന്നു.
സത്യത്തിൽ ആചാര്യയുടെ അച്ഛനും ഇയാളുടെ അച്ഛനും സുഹൃത്തുക്കളായിരുന്നു. ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ്. നമ്മുടെ നായകന്റെ അച്ഛന്റെ അവസ്ഥ വളരെ മോശമാണ്. അവസാന നിമിഷമെങ്കിലും നീ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവണം, നീ എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ച് കാണണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. നിനക്കൊരു അനന്തരാവകാശി ഉണ്ടാവണം എന്ന ആഗ്രഹം അദ്ദേഹത്തിനും ഉണ്ട്. അതുകൊണ്ട് നീ വാ, ഒരു പെൺകുട്ടിയെ കണ്ട് കല്യാണം കഴിക്കുക എന്ന് ആചാര്യ പറയുന്നു. എന്നാൽ നമ്മുടെ നായകന് ആ ജീവിതത്തോട് തീരെ താല്പര്യമില്ല. അച്ഛനെ കാണാൻ വേണമെങ്കിൽ ഞാൻ വരാം, എന്നാൽ അച്ഛൻ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് കല്യാണം കഴിക്കാനൊന്നും കഴിയില്ല എന്ന് അയാൾ പറയുന്നു. ഇപ്പോൾ പ്രസന്റിൽ അതെല്ലാം ഓർത്തുകൊണ്ട് ഇയാൾ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ക്ലീൻ ചെയ്യുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ മരുമകളെ കൊണ്ടുവരുന്നു. അവരുടെ മരുമകളെയും ഇവിടേക്ക് ജോലിക്ക് ചേർത്തിരിക്കുകയാണ്. മുതലാളി അകത്ത് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാം എന്ന് കരുതി അവർ വേഗത്തിൽ ക്ലീൻ ചെയ്യാണ്. കാരണം അയാൾ ഒരു മെന്റൽ പേഷ്യന്റിനെ പോലെയാണല്ലോ പെരുമാറുന്നത്. അതുകൊണ്ടാണ് വേഗത്തിൽ ക്ലീൻ ചെയ്യുന്നത്. അവരങ്ങനെ ക്ലീൻ ചെയ്യുന്നത് അയാൾ അകത്ത് നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ അയാൾ ഒരു ശബ്ദം ഉണ്ടാക്കിയപ്പോൾ അവർ രണ്ടുപേരും അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഇയാളുടെ രണ്ടാമത്തെ മകന്റെ പേര് കസമ്മ എന്നാണ്. ആ കസമ്മയ്ക്ക് ഒരു റൂം കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ റൂമിന്റെ താക്കോൽ വേണമെന്ന് അയാൾ വേലക്കാരിയോട് ചോദിച്ചു വാങ്ങി. ആ മകന്റെ റൂമിൽ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാനാണ് വന്നിരിക്കുന്നത്. ആ മകന്റെ റൂം അയാൾ അരിച്ചു വറക്കി നോക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഇയാൾ തിരഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്റെ ഭാര്യ രേണുക ആ സ്ഥലത്ത് നിൽക്കുന്നതായി അയാൾക്ക് തോന്നുന്നു. അതായത് രേണുക റൂമിൽ നിന്ന് പുറത്തു വരില്ലല്ലോ, എന്നാൽ അവർ നിൽക്കുന്നതായി തോന്നുന്നു. ഇവളെങ്ങനെ റൂമിന് പുറത്തു വന്നു? ഇവള് ശരിക്കും ഇവിടെ നിൽക്കുന്നതാണോ അതോ എനിക്ക് വെറുതെ തോന്നുന്നതാണോ എന്ന് വിചാരിച്ച് അയാൾ ഊതിയൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ അവർ ശരിക്കും അവിടെ നിൽക്കുകയാണ്. ഇവിടെ ഒരു ഫ്ലാഷ് ബാക്ക് കൂടി നമ്മളെ കാണിക്കുന്നു. അച്ഛന് സുഖമില്ല എന്ന് ആചാര്യ പറഞ്ഞല്ലോ, അതുകൊണ്ട് നായകനും അച്ഛനെ കാണാൻ കാറിൽ അവിടേക്ക് വരികയാണ്. അപ്പോഴാണ് രേണുക നടന്നു പോകുന്നത് കാണുന്നത്. പ്രസന്റിൽ ഭാര്യയായിട്ടുള്ളവരാണ് ഈ നടന്നു പോകുന്നത്. ഇയാൾ ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വന്ന് വണ്ടി കയറ് എന്ന് പറയുന്നു. നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല, നിങ്ങൾ സ്വയം പരിചയപ്പെടുത്തിയിട്ടുമില്ല, പിന്നെ ഞാനെങ്ങനെ നിങ്ങളുടെ വണ്ടി വരും എന്ന് അവർ ചോദിക്കുന്നു. അതും ശരിയാണല്ലോ എന്ന് പറഞ്ഞ അയാളും വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു. എൻ്റെ പേര് ഭുവനം, ഞാനാണ് അദ്ദേഹത്തിന്റെ മകൻ എന്ന് അയാൾ പറയുന്നു. ഓഹോ, നിങ്ങളാണോ അദ്ദേഹത്തിന്റെ മകൻ? ഞാൻ അദ്ദേഹത്തെ കൂടെ നിന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് അവർ പറയുന്നു. എൻ്റെ സുഹൃത്ത് നിങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു, ശരി വാ, ഞാൻ തന്നെ കൊണ്ടുപോവാം എന്ന് അയാൾ പറയുന്നു. ഇപ്പോൾ കാറിൽ തന്നെ രണ്ടുപേരും ആ കോട്ട പുറത്ത് വീട്ടിലെത്തുന്നു. അച്ഛൻ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലാണ്. അച്ഛന് സംസാരിക്കാൻ പോലും ആവുന്നില്ല. അച്ഛൻ ചെറുപ്പം മുതൽ ഇയാളെ വളരെ നല്ല രീതിയിലാണ് നോക്കിയിരുന്നത്. ഇയാൾക്ക് അച്ഛനെ വലിയ ഇഷ്ടമാണ്. അതിനാൽ ആ പഴയ കാര്യങ്ങളെല്ലാം അയാൾ ഓർത്തു നോക്കി അവിടെ വന്ന് അച്ഛനായി ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട്. ഇപ്പോൾ അച്ഛന്റെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ രേണുക വന്നിരിക്കുകയാണ്. ആദ്യം പ്രഷർ നോക്കാമെന്ന് കരുതി അച്ഛന്റെ പ്രഷർ ചെക്ക് ചെയ്യുന്നു. പ്രഷർ വളരെ കൂടുതലാണ്. നിങ്ങളുടെ അച്ഛൻ ഈ അവസ്ഥയിലും എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് പ്രഷർ കൂടുതലായിരിക്കുന്നത് എന്നൊക്കെ അവർ പറയുന്നു. ഇയാൾ വിദേശത്ത് കറങ്ങി നടക്കുകയായിരുന്നല്ലോ, ഇപ്പോഴല്ലേ അവിടെ വന്നത്. വീട്ടിലെ ജോലിക്കാരി വന്ന് എന്ത് വേണം എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ ബ്ലാക്ക് കോഫി എന്ന് പറയുന്നു. ശരിയെന്ന് പറഞ്ഞ് അവർ പോവാണ്. അവർക്ക് ബ്ലാക്ക് കോഫി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് പോലും അറിയില്ല. എല്ലാ രീതിയിലും അവർ കോഫി ഉണ്ടാക്കി നോക്കുന്നുണ്ട്. എന്നിട്ടും കറുത്ത നിറത്തിൽ വരുന്നില്ലല്ലോ, എന്ത് ചെയ്യും എന്ന് അവർ വിഷമിക്കുന്നു. അപ്പോൾ രേണുകയെ കാണുന്ന അവര് രേണുകയ്ക്ക് ഇതിനുള്ള ഉത്തരം അറിയാമോ എന്ന് അന്വേഷിക്കുകയാണ്. അതായത് അയാൾ ബ്ലാക്ക് കോഫി ചോദിച്ചു, പക്ഷെ അത് ബ്ലാക്കായി വരുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് രേണുക അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഓഹോ, ഇത്രയേ ഉള്ളൂ കാര്യം എന്ന് പറഞ്ഞ ആ സ്ത്രീയും അത് പഠിക്കുന്നു. അതേസമയം രേണുക ഇവിടെ നിന്ന് തന്നെയാണല്ലോ അദ്ദേഹത്തെ നോക്കാൻ പോകുന്നത്. എനിക്ക് വേണ്ടി ഒരു റൂം മാത്രം അറേഞ്ച് ചെയ്തു തരൂ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ സൂപ്പറായി ചെയ്തു തരാം എന്ന് ജോലിക്കാരി പറയുന്നു. ഇപ്പോൾ ആചാര്യ ഉണ്ടല്ലോ, ആചാര്യയുടെ അച്ഛനെ കുറിച്ച് പറയാണ്. ആചാര്യയുടെ അച്ഛൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് മരിച്ചത്. ആചാര്യയ്ക്ക് 3 കുട്ടികളാണ് ഉള്ളത്, 3ഉം പെൺകുട്ടികളാണ്. എനിക്കൊരു ആൺതരിയെ പോലും പ്രസവിച്ച് തന്നില്ലല്ലോ എന്ന് പറഞ്ഞ അയാൾ മരുമകളെ വഴക്ക് പറഞ്ഞിരുന്നു. മരുമകൾ ആത്മഹത്യ ചെയ്ത് മരിക്കുകയും ചെയ്തു. നിന്റെ അച്ഛൻ അങ്ങനെ ചെയ്തോ? വിശ്വസിക്കാൻ പോലും ആവുന്നില്ല. ഈ 60കളുടെ കാലഘട്ടത്തിൽ പോലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് നായകൻ പറയുന്നു. 60കളിൽ മാത്രമല്ല, ഇതൊക്കെ 2020 വന്നാലും നടക്കുക തന്നെ ചെയ്യും എന്ന് ആചാര്യ പറയുന്നു. ഇവരെങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രേണുക വരുന്നു. വന്ന രേണുക 2 പേർക്കും ചോദിച്ചതെല്ലാം നൽകുന്നു. അപ്പോൾ അയാൾ സിഗരറ്റ് വലിക്കുന്നത് അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ആദ്യം നിങ്ങളുടെ കൈ കാണിക്ക് എന്ന് പറഞ്ഞ് കൈരേഖ നോക്കുന്നു. എൻ്റെ കൈരേഖ എത്ര നീളത്തിലാണ് പോകുന്നത്? പക്ഷെ നിങ്ങൾക്ക് വളരെ ചെറുതാണ്, കാരണം നിങ്ങൾ സിഗരറ്റ് വലിക്കുന്നതാണ്. വേഗത്തിൽ മരിച്ചു പോകും, ശ്രദ്ധിക്കണം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. നായകൻ ഇത് കേട്ട് ദേഷ്യപ്പെടുന്നില്ല. അതെ, നിങ്ങളുടെ 2 പേരുടെയും നല്ല നീളമുണ്ട്, എനിക്ക് കുറച്ച് കുറവാണ്. എന്നാൽ ഒന്ന് ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് 2 പേർക്കും രേഖ വളരെ തിന്നാണ്, എനിക്ക് വളരെ തിക്കാണ്. അപ്പോൾ ജീവിക്കുന്ന ജീവിതം ഞാൻ സന്തോഷത്തോടെ ജീവിക്കും, നിങ്ങൾ അങ്ങനെയൊന്നും ജീവിക്കില്ലെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് അയാൾ തിരിച്ച് അവരെ കളിയാക്കുന്നുണ്ട്. രേണുക നായകനോട് അടുത്തിടപഴകുന്നത് ആചാര്യയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവർ 2 പേരുടെയും അന്തസ്സ് വ്യത്യാസമാണല്ലോ. ഇവർ 2 പേരും ഒന്നിക്കാൻ പാടില്ല എന്ന് അയാൾ കരുതുന്നു. നീ ക്ലിനിക്കിൽ മര്യാദയ്ക്ക് ജോലി ചെയ്യാത്തത് കൊണ്ടാണ് നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. ഇവിടെ ആവശ്യമില്ലാതെ നീ കുസൃതികളൊന്നും കാണിക്കരുത് എന്ന് രേണുകയെ വഴക്ക് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു. ഞാൻ എപ്പോഴും എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജോലി ചെയ്യൂ എന്നവർ തന്നോട് തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ പാട്ട് പാടിക്കൊണ്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അവിടെ കാസറ്റുകൾ ഉണ്ടല്ലോ, ശരി ഇതിലെ പാട്ടുകൾ കേൾക്കാമെന്ന് കരുതി അവരൊരു പാട്ട് കേൾക്കുന്നു. ആ പാട്ട് കേട്ട ഉടനെ നായകൻ ഇമോഷണൽ ആവുന്നു. കാരണം നായകന്റെ അച്ഛൻ ഇടയ്ക്കിടെ ആ പാട്ടാണ് കേൾക്കാറുള്ളത്. കാരണം അമ്മ ജീവിച്ചിരുന്നപ്പോൾ പാടിയതാണ് അത്. അമ്മ ഇയാൾ ജനിക്കുമ്പോൾ തന്നെ മരിച്ചു പോയിരുന്നു. അപ്പോൾ മുതൽ അച്ഛൻ ആ പാട്ടാണ് ഇടയ്ക്കിടെ കേൾക്കാറുള്ളത്. ഇയാൾക്ക് അമ്മയുടെയും അച്ഛന്റെയും ഓർമ്മ വരുന്നു. അവർ വളരെ ഇന്നസെന്റ് ആയിരിക്കുന്നത് നായകന് കുറച്ചായി ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു. അയാളുടെ വീട്ടിൽ ഒരുപാട് കുതിരകളുണ്ട്. അതിലൊരു കുതിരപ്പുറത്ത് കയറാൻ അവർ പോകുമ്പോൾ ജോലിക്കാരൻ പറയുന്നുണ്ട്, ഇത് കുറച്ച് മോശമായിട്ടാണ് പെരുമാറുന്നത്, കയറരുതെന്ന്. അതൊക്കെ ഞാൻ മെരുക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് അവരും ശ്രമിക്കുന്നു. എന്നാൽ കുതിര തള്ളിയിട്ട് അവർ താഴെ വീഴുന്നു. ഇതിനാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ നോക്ക് പരിക്ക് പറ്റിയില്ലേ എന്ന് ജോലിക്കാരൻ പറയുന്നു. നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുമ്പോൾ താഴെ വീണ് പരിക്ക് പറ്റാറില്ലേ, അതുപോലെ തന്നെയാണ് ഇതും, ഒരു പ്രശ്നവുമില്ല എന്നൊക്കെ രേണുക പറയുന്നുണ്ട്. ഇതെല്ലാം ദൂരെ നിന്ന് അയാൾ ശ്രദ്ധിക്കുന്നുണ്ട്. അയാൾക്ക് രേണുകയെ വളരെ ഇഷ്ടപ്പെടുന്നു. രേണുക മുറിവിനുള്ള മരുന്നുകളൊക്കെ പുരട്ടുന്നത് അയാൾ കുറച്ച് മാറി നിന്ന് കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. ഇപ്പോൾ രണ്ടുപേരും ഓരോ കുതിരപ്പുറത്ത് യാത്ര ചെയ്തു വരികയാണ്. ഇവിടെ ഒരു പുഴയുണ്ട്, അവിടെ പോയി കുളിച്ചാലോ എന്ന് അവർ ചോദിക്കുകയാണ്. ഇല്ല, എനിക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ പേടിയാണ്, ഞാൻ വെള്ളത്തിൽ നനയില്ല എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. എന്താണിത്, നിങ്ങളുടെ പേര് റാവു ബഹദൂർ എന്നല്ലേ? അർത്ഥം ധീരൻ എന്നാണ്. ഈ പേരും വെച്ചുകൊണ്ട് നിങ്ങൾ പേടിച്ചാൽ എങ്ങനെ ശരിയാവും? ശരി, ഞാൻ ആ സ്ഥലത്തേക്ക് പോവാണ് എന്ന് അവർ പറയാണ്. അവള് സംസാരിക്കുന്നതെല്ലാം അയാൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവൾ വഞ്ചിയെടുത്ത് അക്കരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അയാളും ചിരിച്ചുകൊണ്ട് അവളെ നോക്കുന്നുണ്ട്. സത്യത്തിൽ അച്ഛനും അമ്മയെ എത്രമാത്രം ഇഷ്ടമാണോ അതേപോലെ ഇയാൾക്ക് ഇവളെ വളരെ ഇഷ്ടപ്പെടുന്നു. അമ്മ അച്ഛന് വേണ്ടി ഒരു പാട്ട് പാടിയല്ലോ, അതൊക്കെ അയാളുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എങ്ങനെയെങ്കിലും ഇവളെ കല്യാണം കഴിക്കണം എന്ന് അയാൾ ചിന്തിക്കുന്നു. അതായത് കല്യാണമേ വേണ്ട എന്ന് വിചാരിച്ചിരുന്ന ആൾക്ക് ഇവരെ കണ്ട ഉടനെ വളരെ ഇഷ്ടപ്പെടുന്നു. ഇവളെ എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കണം എന്ന് അയാൾ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ അവളാണെങ്കിൽ, നിങ്ങളെ ഞാനൊരു കാര്യം കാണിക്കാൻ വാ എന്ന് പറഞ്ഞ് അച്ഛൻ്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അച്ഛൻ്റെ കൈ താഴെ വെച്ചാലും കുറച്ച് കഴിയുമ്പോൾ അച്ഛൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത് നെഞ്ചത്ത് കൊണ്ടുവയ്ക്കുന്നു. അച്ഛനിപ്പോൾ തീരെ സുഖമില്ലാത്ത അവസ്ഥയിലാണ്. അങ്ങനെ ഇരുന്നിട്ടും ഇങ്ങനെ ചെയ്യുന്നത് എങ്ങനെയെന്ന് അയാൾക്ക് തന്നെ അതിശയമായി തോന്നുന്നു. നിങ്ങളുടെ ജീനിൽ തന്നെ അത് ഉള്ളത് കൊണ്ടായിരിക്കും, നിങ്ങളുടെ കുടുംബ ഫോട്ടോകൾ വെച്ചിട്ടുള്ള സ്ഥലത്തേക്ക് വാ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി കാണിക്കുന്നു. അയാളുടെ കുടുംബത്തിലുള്ള എല്ലാവരും നെഞ്ചത്ത് കൈവച്ചിരിക്കുന്ന രീതിയിലാണ് പോസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളും വയസ്സാവുമ്പോൾ അങ്ങനെ തന്നെയായിരിക്കും, ഇടയ്ക്കിടെ കൈവയ്ക്കുക എന്നൊക്കെ അവർ തമാശയായി പറയുന്നു. ഒരു ഘട്ടത്തിൽ അയാളുടെ അച്ഛൻ മരിക്കുകയാണ്. മരിച്ചതിന് ശേഷം അവർക്കിവിടെ ജോലിയില്ലല്ലോ, അവരും പോവാൻ തയ്യാറാവുന്നു. ഇയാൾ അവളെ ഭയങ്കരമായി പ്രണയിക്കാൻ തുടങ്ങിയിരുന്നല്ലോ. അവരുടെ അടുത്ത് പ്രണയം തുറന്നു പറയാമെന്ന് കരുതി സംസാരിക്കാൻ വരുന്നു. നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട്, നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്ന് അയാൾ പറയുന്നു. അതും അയാൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് കൊണ്ടുപോയി പ്രണയം പറയാമെന്ന് കരുതുന്നു. ഇയാൾക്ക് വെള്ളം പേടിയാണല്ലോ, എന്നിട്ടും വെള്ളത്തിൽ ഇവരെ കൊണ്ടുപോയി പ്രണയം പറയുന്നു. എന്നാൽ അവൾ പറയുന്നത്, എനിക്ക് നേരത്തെ തന്നെ ഒരു കാമുകനുണ്ട്, എന്നോട് ക്ഷമിക്കണം എന്നാണ്. ഇയാൾക്ക് ഈ കാര്യം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, ഭയങ്കരമായി സങ്കടപ്പെടുകയാണ്. ഇപ്പോൾ മഴയും പെയ്യാണല്ലോ, ഇയാൾക്ക് വെള്ളം തീരെ ഇഷ്ടമല്ല, വെള്ളത്തിൽ നിന്ന് തന്നെ അയാൾ കരയാണ്. ഇപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം ജോലിക്കാരിയോട് അയാൾ സങ്കടത്തോടെ പറയുന്നുണ്ട്. ശരി വിട്ടേക്ക് എന്നവരും ആശ്വാസവാക്കുകൾ പറയുന്നു. അപ്പോൾ രേണുക എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കിടക്കുകയാണ്. അപ്പോൾ അയാളുടെ പൂർവികരെല്ലാം സംസാരിക്കാൻ തുടങ്ങുന്നു. നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ നേടണം, നീ എങ്ങനെയാണ് അവളെ വിട്ടുപോകുന്നത്? അവളെ തീർച്ചയായിട്ടും നീ കല്യാണം കഴിക്കണം, അവളിലൂടെ ഒരു അനന്തരാവകാശി നമ്മുടെ കുടുംബത്തിന് ലഭിക്കണം, പെട്ടെന്ന് അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെ അയാളുടെ മനസ്സിൽ പറയുന്ന പോലെ അയാൾക്ക് തോന്നുന്നു. ശരി, മുഴുവനായി ശ്രമിച്ചു നോക്കാം, അതായത് സാധാരണഗതിയിൽ ചോദിച്ചു നോക്കി അവൾ നിരസിച്ചിട്ട് പോയി, നാം തിരികെ വന്ന് നന്നായി ശ്രമിച്ചു നോക്കാം എന്നൊക്കെ അയാൾ ചിന്തിക്കാൻ തുടങ്ങുന്നു. പിറ്റേന്ന് രാവിലെ അയാൾ അവരുടെ കുടുംബ ഗെറ്റപ്പിലേക്ക് മാറുന്നു. ഇയാൾ എന്തിനാണ് ഇങ്ങനെ മാറിയത് എന്ന് എല്ലാവരും അതിശയപ്പെടുന്നു. നേരെ തന്റെ സുഹൃത്ത് ആചാര്യയെ കാണാനായി വരുന്നു. എന്താണ് ഇങ്ങനെ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ രാജവംശത്തിൽപ്പെട്ടവനാണ്, അങ്ങനെയല്ലേ ഇരിക്കേണ്ടത് എന്ന് അയാളും പറയുന്നു. എനിക്ക് അവളെ ഇഷ്ടമാണ്, നീ തന്നെ അവളെ എനിക്ക് ചേർത്ത് തരണം, എന്റെ അച്ഛൻ എന്നെ കല്യാണം കഴിപ്പിക്കാനുള്ള ചുമതല നിന്നെയാണല്ലോ ഏൽപ്പിച്ചത്, നീ തന്നെ എനിക്കത് ചെയ്തു തരണം എന്നൊക്കെ സുഹൃത്തിനോട് പറയുന്നു. ഇപ്പോൾ പ്രസന്റിൽ നായകനുണ്ടല്ലോ, രേണുകയാണോ ഇത് എന്ന രീതിയിൽ ആ സ്ഥലത്ത് ഊതി നോക്കുന്നുണ്ട്. ഇല്ലില്ല, എന്റെ വെറും തോന്നലാണ് എന്ന് കരുതി ഒരു ഘട്ടത്തിൽ ഇളയ മകന്റെ റൂമിൽ നിന്ന് അയാൾ പോവുകയാണ്. എന്നാൽ സത്യം എന്താണെന്ന് വെച്ചാൽ രേണുക അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇയാൾ മകന്റെ റൂമിന്റെ താക്കോൽ വാങ്ങിയല്ലോ, എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാനായി വന്നിരിക്കുകയാണ്. രണ്ടാമത്തെ മകൻ മരിച്ചതിൽ പിന്നെ രേണുക റൂമിന് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ടെന്ന വിവരം ആചാര്യ അറിയുന്നു. ആചാര്യ വളരെ അതിശയിക്കുന്നു. ശരി, രേണുകയോട് നമുക്ക് സംസാരിച്ച് നോക്കാമെന്ന് കരുതി ഇപ്പോൾ റൂമിന്റെ വാതിലിൽ മുട്ടുന്നു. എന്നാൽ രേണുക ഉള്ളിൽ നിന്ന് റെസ്പോണ്ട് ചെയ്യുന്നില്ല. എന്താ റെസ്പോണ്ട് ചെയ്യാത്തത് എന്ന് അയാളും ചിന്തിക്കുകയാണ്. ശരി, നമുക്ക് നായകനോട് സംസാരിക്കാമെന്ന് കരുതി നായകനെ കണ്ട് സംസാരിക്കാൻ വരുന്നു. DNA ടെസ്റ്റ് എടുക്കാൻ വേണ്ടി മകന്റെ അസ്ഥിയുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ വേണമെന്ന് നേരത്തെ ആചാര്യ പറഞ്ഞിരുന്നു. ആ അസ്ഥിയൊക്കെ എനിക്ക് കിട്ടി എന്ന് അയാൾ പറയുന്നു. എന്തേ പറയുന്നത്? അതെ എന്ന് പറഞ്ഞ അയാളും ഒരു കാര്യം സുഹൃത്തിനോട് പറയാൻ തുടങ്ങുന്നു. നമ്മളെയും കാണിക്കുന്നുണ്ട്. സത്യത്തിൽ ആ ചെറിയ കുട്ടിയുടെ പേര് കസമ്മ എന്നാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അവൻ ഫോട്ടോയിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. വെറുതെ ഇല്യൂഷൻ പോലെയാണ് ഇത് നമ്മളെ കാണിക്കുന്നത്. അങ്ങനെ വന്നവൻ അച്ഛനെ വിളിച്ചുകൊണ്ടെത്തുന്നു. അച്ഛ എന്ന് വിളിക്കുകയാണ്. എന്നാൽ ഇയാൾ പറയുന്നത്, നീ എൻ്റെ മകനൊന്നും അല്ല, അത് ഞാൻ എങ്ങനെയെങ്കിലും തെളിയിക്കും എന്നാണ്. അല്ലച്ചാ, ഞാൻ തന്നെയാണ് നിങ്ങളുടെ മകൻ,
എന്നവൻ പറയുന്നു. ഇല്ലില്ല, നീ തീർച്ചയായിട്ടും എൻ്റെ മകനല്ല എന്നയാൾ ആവർത്തിച്ച് പറയുന്നു. ഇപ്പോൾ അവൻ മകനല്ല എന്ന് തെളിയിക്കണമല്ലോ. എന്ത് വഴിയാണെന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളാണല്ലോ തെളിയിക്കാൻ ആഗ്രഹിക്കുന്നത്, അപ്പോൾ നിങ്ങൾ തന്നെ വഴി കണ്ടുപിടിക്കണം എന്ന് കുട്ടിയും കളിയാക്കിയിട്ട് തിരികെ ഫോട്ടോയിലേക്ക് തന്നെ പോകുന്നു. ഇപ്പോൾ അയാളും ഒരു വഴി കണ്ടുപിടിക്കുന്നു. അതിനെക്കുറിച്ച് മൂത്ത മകനോട് സംസാരിക്കണമെന്ന് കരുതുകയാണ്. അതായത് മകനോട് അയാൾ പറയുന്നുണ്ട്, രാത്രി നിന്റെ അനിയൻ എൻ്റെ സ്വപ്നത്തിൽ വന്നു. അനിയന് ശരിയായ ആദരവ് നൽകാതെയാണ് നമ്മൾ അടക്കം ചെയ്തത് എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ബോഡി തിരികെ എടുത്ത് നമ്മൾ നല്ല രീതിയിൽ അടക്കം ചെയ്യണം. എന്താ ഈ പറയുന്നത്? കുഴിച്ചിട്ട് ബോഡി എങ്ങനെ എടുക്കാൻ കഴിയും? അതൊന്നും വേണ്ട എന്ന് മകൻ പറയുന്നു. ഇയാൾ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ മകന് ദേഷ്യം വരുന്നുണ്ട്. വേണ്ടെന്ന് പറഞ്ഞല്ലോ അച്ഛാ എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ അയാളും ഒരു നാടകം കളിക്കുന്നു. എന്നും നിനക്ക് അനിയനെ ഇഷ്ടമായിരുന്നില്ല, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എനിക്കറിയാം എന്നൊക്കെ അയാൾ പറയുന്നു. ഇത് കേട്ട് ചേട്ടന് സങ്കടമാവുന്നുണ്ട്. അങ്ങനെയൊന്നും ഇല്ല അച്ഛാ, ശരി നിങ്ങളുടെ ആഗ്രഹം പോലെ ചെയ്യാം എന്ന് മൂത്ത മകനും പറയുന്നു. ഇയാളും ഉള്ളിൽ സന്തോഷിക്കുന്നുണ്ട്. കാരണം ബോഡി തോണ്ടിയെടുക്കുമ്പോൾ അയാൾക്ക് ആവശ്യമുള്ളത് അതിൽ നിന്ന് എടുക്കാമല്ലോ. അതിനാണ് ഈ പ്ലാൻ ഇട്ടത്. ഇപ്പോൾ ബോഡി എടുക്കാനായി ആളുകളൊക്കെ വരുന്നു. ഉള്ളിൽ നിന്ന് ബോഡിയൊക്കെ എടുക്കുന്നുണ്ട്. ആ സമയം അയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മകന്റെ പല്ലും അതുപോലെ കയ്യിലെ എല്ലും അയാൾ എടുത്തു വെക്കുന്നു. ഇപ്പോൾ മകന്റെ ബോഡി എടുത്ത് ആദരവൊക്കെ അർപ്പിച്ച് വേറൊരു സ്ഥലത്ത് കുഴിച്ചു മൂടുന്നു. ഇങ്ങനെയാണ് എനിക്ക് ഈ അസ്ഥിയൊക്കെ കിട്ടിയത്, ഇത് വെച്ച് ടെസ്റ്റ് ചെയ്യ് എന്ന് ആചാര്യോട് പറയുന്നു. എന്നാൽ ആചാരി ഇത് കേട്ട് ദേഷ്യപ്പെടുകയാണ്. എന്തിനാണ് മരിച്ചതിന് ശേഷവും ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ഇതുകൊണ്ട് എന്തെങ്കിലും അറിഞ്ഞിട്ട് നിനക്ക് എന്താണ് കാര്യം? അതൊന്നും നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നയാൾ പറയുന്നു. ഇയാൾ ചെക്ക് ചെയ്യണമെന്ന് വാശി പിടിക്കുമ്പോൾ ആചാരി ദേഷ്യത്തിൽ അയാളെ അടിക്കുന്നു. ആചാരി, ഇപ്പോഴാണ് എനിക്ക് നിന്റെ മേൽ സംശയം വരുന്നത്. അപ്പോൾ ഒരുപക്ഷെ രേണുകയുടെ കൂടെ നീ ഉണ്ടായിരുന്നോ? അത് നിന്റെ മകനാണോ എന്ന് സുഹൃത്തിനെ തന്നെ സംശയിക്കുന്നു. എന്നാൽ ആചാരി ഭ്രാന്തനെ പോലെ സംസാരിക്കരുത്, എനിക്കും ഇതിനും യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാൻ നിൽക്കുന്നു. നിനക്കും ആ രണ്ടാമത്തെ മകനും തമ്മിൽ ബന്ധമില്ലെങ്കിൽ നീ എന്തിനാണ് പേടിക്കുന്നത്? ടെസ്റ്റ് എടുക്കടാ എന്ന് അയാൾ വിളിച്ചു പറയുന്നു. ആചാരി എന്ത് പറയണമെന്നറിയാതെ സങ്കടപ്പെട്ട് കരയാണ്. ഇതെല്ലാം മകനും ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്കും നിങ്ങളുടെ മേൽ ചെറിയൊരു ഡൗട്ട് ഉണ്ട്. നിങ്ങൾ എന്തിനാണ് ടെസ്റ്റ് എടുക്കാൻ പേടിക്കുന്നത്? അച്ഛൻ ചോദിക്കുന്ന പോലെ ടെസ്റ്റ് എടുക്ക് എന്ന് മകൻ പറയുന്നു. അപ്പോഴും ആചാരി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. സത്യത്തിൽ നായകൻ ഒരു ഭാഗത്ത് കിടന്ന് അലറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അയാൾ ബോധം കെട്ട് താഴെ വീഴുന്നു. അയ്യോ, അച്ഛൻ എന്ത് പറ്റിയെന്ന് മകനും ഭയക്കുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർമാർ വന്ന് അയാളെ വീണ്ടും ചെക്ക് ചെയ്യുന്നു. അയാളുടെ കണ്ടീഷൻ വീണ്ടും മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾ ഇനി എഴുന്നേക്കാൻ പാടാണ് എന്ന് ഡോക്ടർമാരെല്ലാവരും പറയുന്നു. അപ്പോഴാണ് ഒരു ഇൻസ്പെക്ടർക്ക് ഒരു പരാതി ലഭിക്കുന്നത്. നായകനെതിരെ ഒരു പരാതി വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നു. ആ ഇൻസ്പെക്ടർ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ അവിടെ വന്നിരിക്കുകയാണ്. എന്തേ പറയുന്നത്? എൻ്റെ അച്ഛനെതിരെ പരാതി വന്നുവെന്നോ എന്ന് മകൻ അതിശയപ്പെടുന്നു. അതേസമയം ആചാരിയും അവിടേക്ക് വരുന്നു. എന്താണ് കാര്യം എന്ന് ഈ ഇൻസ്പെക്ടറോട് അന്വേഷിക്കുന്നു. അതായത് മൈക്കിൾ എന്ന പേരുള്ള ഒരാൾ അച്ഛനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. മൈക്കിൾ പറയുന്നത് അത് എൻ്റെ കുട്ടിയാണ്, എൻ്റെ കുട്ടിയെ പണം കൊടുത്ത് നായകൻ വാങ്ങിക്കൊണ്ടുപോയി, അത് നായകൻ്റെ കുട്ടിയല്ല, എൻ്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞ് അയാൾ പ്രശ്നം ഉണ്ടാക്കുന്നു. എന്നാൽ ആചാരി പറയുന്നത് രേണുകയ്ക്ക് ജനിച്ചതാണ് ആ കുട്ടി, ജനിക്കുമ്പോൾ ഞാൻ കൂടെ നിന്ന് കണ്ടതാണ് എന്ന് ആചാരി പറയുന്നു. എന്നാൽ മകൻ പറയുന്നത് അത് രേണുകയ്ക്ക് തന്നെ ജനിച്ചതായിരിക്കാം, പക്ഷേ ആരാണ് അച്ഛൻ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ, അത് ടെസ്റ്റ് ചെയ്യാം, ടെസ്റ്റ് ചെയ്താൽ സത്യം അറിയാം എന്നാണ് മകൻ പറയുന്നത്. അവർ രണ്ടുപേരും വഴക്കിടുന്നത് കൊണ്ട് നിർത്ത് എന്ന് പോലീസുകാരനും തടയുന്നു. എന്തുകൊണ്ടാണ് അവൻ നിന്റെ അനിയനല്ല എന്ന് കരുതുന്നത് എന്ന് പോലീസ് മകനോട് ചോദിക്കുമ്പോൾ ലാവണ ഒരു കാര്യം പറയുന്നു. സത്യത്തിൽ നായകന് രണ്ടാമത്തെ കുട്ടി ജനിക്കുമ്പോൾ അയാൾ വളരെ വിഷമിച്ചിട്ടാണ് ഇരിക്കുന്നത്. കാരണം നായകനും വെളുത്തിട്ടാണ്, രേണുകയും വെളുത്തിട്ടാണ്, പക്ഷെ ജനിച്ച കുട്ടി വളരെ കറുത്തിട്ടാണ്. വന്നവരെല്ലാം അവർക്കിടയിൽ സംസാരിക്കാൻ തുടങ്ങുന്നു. ഇത് തീർച്ചയായിട്ടും നായകന്റെ കുട്ടിയല്ല എന്നൊക്കെ സംസാരിക്കുന്നു. ഇതെല്ലാം കേൾക്കുന്ന അയാൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു. ഇയാൾക്ക് ഭയങ്കരമായ സംശയവും വരുന്നു. രേണുക എന്നെ വഞ്ചിച്ചതാണ് എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ ആ ആൺകുട്ടിയെ ചെറുപ്പം മുതൽ ഇയാൾക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. രേണുകയുടെ മേൽ വലിയ സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷേ കുട്ടി ഇങ്ങനെ ജനിച്ചതിൽ പിന്നെ രേണുകയോട് സംസാരിക്കുന്നത് തന്നെ അയാൾ നിർത്തുന്നു. അതേസമയം ഇയാൾ ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ആ ബിസിനസ്സിൽ വലിയ ലാഭം ഇയാൾക്ക് ലഭിക്കുന്നുണ്ട്. മകൻ വന്ന ഭാഗ്യത്തിനാണ് നിനക്ക് ലാഭം കിട്ടിയത് എന്ന് സുഹൃത്തായ ആചാര്യ പറയുന്നു. എന്നാൽ ഇയാൾ പറയുന്നത് അങ്ങനെയൊന്നുമില്ല, എൻ്റെ അധ്വാനം കൊണ്ടാണ് ഈ ലാഭം കിട്ടിയത് എന്നൊക്കെയാണ്. ഇവരേതോ ഒരു ബിസ്ക്കറ്റ് കമ്പനിയാണ് നടത്തുന്നത്. അതിനെ ഒരു പരസ്യം എടുക്കണമല്ലോ, അതിന് നിന്റെ മകനെ ഉപയോഗിക്കുക എന്ന് ആചാര്യ പറയുന്നു. ഞാൻ മകനെ തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്, പക്ഷേ ഇയാൾ ലാവണയെ മാത്രമാണ് മകനായി കാണുന്നത്. ഇപ്പോൾ ലാവണയുടെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം രേണുക ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. നമ്മുടെ ഈ മകൻ്റെയും ഫോട്ടോ എടുക്ക് എന്ന് അവർ പറയുന്നു. ശരി, വന്ന് നിൽക്ക് എന്ന് ഇയാൾ കുട്ടിയോട് പറയുന്നുണ്ട്. എന്നാൽ ആ കുട്ടിയെ അവിടെ വെച്ച് അയാൾ അപമാനിക്കുന്നു. ഒരു മകനെ പോലെ അവനെ ട്രീറ്റ് ചെയ്യുന്നില്ല, എപ്പോഴും അപമാനിക്കുന്നു. ഇയാൾ പുറത്തുപോയി വരുമ്പോൾ ലാവണയ്ക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരാറുണ്ട്. എന്നാൽ ചെറിയ കുട്ടിക്ക് വേണ്ടി ഒന്നും വാങ്ങിക്കൊണ്ട് വരാറില്ല. അച്ഛാ, എനിക്ക് വേണ്ടി ഒന്നും വാങ്ങിയില്ലേ എന്നാ ചെറിയ കുട്ടി ചോദിക്കുന്നു. നിനക്ക് എന്തിനാണ് സാധനങ്ങൾ? ചേട്ടൻ കളിച്ചിട്ടിട്ടുണ്ടാവുമല്ലോ, ആ സാധനങ്ങൾ വെച്ച് കളിച്ചോ എന്ന് അയാൾ പറയുന്നു. അങ്ങനെ ഇളയ മകനെ എപ്പോഴും അപമാനിക്കുന്ന രീതിയിലാണ് സംസാരിച്ചിരുന്നത്. ആ കുട്ടിക്കും കാരണങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണ് അച്ഛൻ നമ്മളോട് മാത്രം ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ അവൻ ചിന്തിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ലാവണയോട് അവൻ ചോദിക്കുന്നു. ലാവണയ്ക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ,
ലാവണ പറയുന്നത് നീ അച്ഛന് ജനിച്ചവനല്ലടാ, വേറെ ആർക്കോ ജനിച്ചവനാണ് എന്നാണ്. ഇത് കേൾക്കുന്ന ആ ചെറിയ കുട്ടിക്ക് ദേഷ്യം വരുന്നു. അവൻ ചേട്ടനുമായി വഴക്കിടുന്നു. അപ്പോൾ ഇത് ശ്രദ്ധിക്കുന്ന നായകനുണ്ടല്ലോ, അയാൾ ചെറിയ കുട്ടിയെ പൊതിരെ തല്ലുന്നു. എന്തിനാണ് എന്റെ മകനെ തല്ലുന്നത് എന്ന് ചോദിക്കുമ്പോൾ കസമ്മ എന്ന ആ ചെറിയ കുട്ടി പറയുന്നുണ്ട്, ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ടാണ്. നിന്റെ ചേട്ടൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? നീ ശരിക്കും എനിക്ക് ജനിച്ചവനല്ല എന്ന് പറഞ്ഞ് ഇയാൾ വീണ്ടും ദേഷ്യപ്പെടുന്നു. സത്യത്തിൽ നായകനെ സംബന്ധിച്ച് നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. പക്ഷെ വിദ്യാഭ്യാസമുള്ള ആൾ പോലും ഇങ്ങനെയാണല്ലോ പെരുമാറുന്നത് എന്നാണ് ഈ സീനിൽ നമ്മളെ കാണിക്കുന്നത്. ഇപ്പോൾ ചേട്ടൻ ലാവണയുണ്ടല്ലോ, അവൻ കൂട്ടുകാരുമായി ചേർന്ന് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് ഈ ചെറിയ കുട്ടിയും ഇരിക്കുന്നുണ്ട്. എന്നെയും കൂട്ടാമോ എന്ന് അവൻ ചേട്ടനോട് ചോദിക്കുന്നു. നിനക്കെന്തിനാണ് ഈ കളി? എൻ്റെ പഴയ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അത് വെച്ച് കളിച്ചോ എന്ന് അവൻ പറയുന്നു. ഇത് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ട് ആ കുട്ടിക്ക് വലിയ സങ്കടമാവുന്നു. അപ്പോൾ ഒരു വശത്ത് അയാൾ കണക്കുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ ചെറിയ കുട്ടിയെ അവിടെ കാണാതാവുന്നു. തൊട്ടടുത്തൊരു പുഴയുണ്ട്, അതിലെ വെള്ളത്തിലേക്ക് അവൻ ചാടി. കുറച്ച് വൈകിട്ടാണ് ഇവരും ശ്രദ്ധിക്കുന്നത്. എന്താണ് കാര്യമെന്ന് നോക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ അവനെ വെള്ളത്തിൽ നിന്ന് പുറത്തെടുക്കുന്നു. എന്നാൽ അങ്ങനെ എടുക്കുമ്പോഴേക്കും അവൻ മരിച്ചിരുന്നു. അയ്യോ, കുട്ടി മരിച്ചല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും ആ സ്ഥലത്ത് ഞെട്ടി നിൽക്കുകയാണ്. ഇപ്പോൾ വിവരം അറിഞ്ഞ് ആ സ്ഥലത്തേക്ക് രേണുക വരുന്നു. മകൻ മരിച്ചുപോയി എന്നത് അവർക്ക് അംഗീകരിക്കാനേ കഴിഞ്ഞില്ല. ഇതിനൊക്കെ കാരണം നിങ്ങളാണെന്ന് പറഞ്ഞ് ഭർത്താവിനെ അവർ ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നുണ്ട്. ഈ കാരണത്താലാണ് പല വർഷങ്ങളായി ഭർത്താവുമായി അവർ സംസാരിക്കാതിരിക്കുന്നത് എന്ന് നമ്മളെ മനസ്സിലാക്കിക്കുന്നു. കുട്ടിയുടെ അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോഴും രേണുക റൂമിന് പുറത്തു വന്നിരുന്നില്ല. ഇയാളാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോഴും അയാൾ പുലമ്പുന്നത് എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നാണ്. ഈ സംഭവത്തിന് ശേഷമാണ് അച്ഛൻ മെന്റലായി ബാധിക്കപ്പെട്ടത് എന്നൊക്കെ ലാവണ പറയുന്നു. ഇപ്പോൾ പുതിയൊരു കേസ് വന്നിരിക്കുകയാണല്ലോ, ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ അച്ഛനോട് സംസാരിച്ചേ തീരൂ എന്ന് ഈ ഇൻസ്പെക്ടർ പറയുന്നു. അച്ഛനിപ്പോൾ സംസാരിക്കുന്ന അവസ്ഥയിലല്ല, ഞാൻ നിങ്ങളെ സംസാരിക്കാൻ അനുവദിക്കില്ല എന്ന് ലാവണ പറയുന്നു. എന്നാൽ ഇൻസ്പെക്ടർ തീർച്ചയായിട്ടും അച്ഛനെ കാണണം എന്ന് പറഞ്ഞ് ആ റൂമിലേക്ക് നടക്കുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് ആ റൂമിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അയാൾ നോർമലായി ഇരിക്കുന്നതാണ് കാണുന്നത്. നേരത്തെ സുഖമില്ലാതെ കിടക്കുകയായിരുന്നല്ലോ, എന്നാൽ ഇപ്പോൾ നോർമലായി ഇരിക്കുകയാണ്. ഇപ്പോൾ ഇൻസ്പെക്ടറും നിങ്ങളോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് വന്ന കേസിനെ കുറിച്ചൊക്കെ പറയുന്നു. അതായത് മൈക്കിളിൻ്റെ കുട്ടിയെ നിങ്ങൾ പണം കൊടുത്ത് വാങ്ങി, നിങ്ങളുടെ സ്വന്തം കുട്ടിയല്ലാത്തത് കൊണ്ടാണ് ആ കുട്ടിയെ വേഗം മരിക്കാൻ നിങ്ങൾ വിട്ടത്. അയാൾ പരാതി നൽകിയിട്ടുണ്ട്. ഇയാളാണ് മൈക്കിൾ എന്ന് പറഞ്ഞ് മൈക്കിളിനെ കാണിക്കുന്നു. ആ മൈക്കിളിനെ കണ്ടാൽ അവൻ വളരെ കറുത്തിട്ടാണ്. ഒരുപക്ഷെ ഇവനുമായി അവിഹിത ബന്ധം ഉണ്ടായിട്ടായിരിക്കുമോ ഭാര്യയ്ക്ക് ആ കുട്ടി ജനിച്ചത് എന്ന് അയാൾക്കും തോന്നി തുടങ്ങുന്നു. ഇതിൽ എന്തിരിക്കുന്നു ഇൻസ്പെക്ടർ, ധൈര്യമായി ചെക്ക് ചെയ്തോളൂ. എനിക്കും ഈ ചോദ്യത്തിനുള്ള ഉത്തരം അറിയണം. നേരത്തെ തന്നെ ഞാൻ സാമ്പിളുകൾ എടുത്തു വെച്ചിട്ടുണ്ട്, ഇതാ ഈ ടെസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് സാമ്പിളുകൾ അയാൾ നൽകുന്നു. ഇല്ല, നിങ്ങളെടുത്തതൊന്നും ഞങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയില്ല, ഞങ്ങൾ തന്നെ ആളെ കൊണ്ടുവന്ന് തോണ്ടിയെടുക്കും എന്ന് ഇൻസ്പെക്ടർ പറയുന്നു. ശരി, എടുത്തോളൂ എന്ന് നായകനും സമ്മതിക്കുന്നു. എങ്ങനെയെങ്കിലും ടെസ്റ്റ് ചെയ്യുമല്ലോ, നമ്മുടെ മകനാണോ അല്ലയോ എന്ന് അറിയാമല്ലോ എന്നാണ് നായകൻ ചിന്തിക്കുന്നത്. ഇപ്പോൾ മകനും ആചാര്യയും മാറി നിന്ന് സംസാരിക്കുന്നു. ഒരുപക്ഷെ മൈക്കിളിന്റെ കുട്ടിയാണെന്ന് റിസൾട്ട് വന്നാൽ എന്ത് ചെയ്യും എന്നവർ ചോദിക്കുന്നു. മൈക്കിളിന്റെ കുട്ടിയാണെന്നിരിക്കെ ഇയാൾ ആ കുട്ടിയെ വാങ്ങി ഉപദ്രവിച്ചു, കൊന്നു എന്നതിന് ഇയാൾക്ക് ശിക്ഷ ലഭിക്കും. ഇയാളുടെ കുട്ടിയാണെന്ന് റിസൾട്ട് വന്നാൽ പ്രശ്നം വരില്ല, ഇതാണ് സംഭവിക്കുക എന്ന് പറഞ്ഞ് അയാൾ പോകാൻ തുടങ്ങുന്നു. എന്നാൽ മകനെ സംബന്ധിച്ച് ഇപ്പോഴും ആചാര്യയുടെ മേൽ സംശയമുണ്ട്. ഒരുപക്ഷെ ഇയാൾ വീട്ടിൽ വന്ന സമയത്ത് എന്തെങ്കിലും കള്ളത്തരം ചെയ്തിട്ടുണ്ടാവോ എന്ന് കുറച്ച് സംശയത്തോടെ അവൻ സംസാരിക്കുന്നു. എന്നാൽ ആചാര്യയ്ക്ക് മകന്റെ മേൽ ദേഷ്യം വരുന്നു. ഇപ്പോൾ ഇൻസ്പെക്ടർ ഉണ്ടല്ലോ, ഒരു ടീമിനെ കൂട്ടിക്കൊണ്ടുവരികയാണ്. ആ സ്ഥലം കുഴിക്കുകയാണ്. ഉള്ളിൽ നിന്ന് സാമ്പിളുകൾ എടുക്കുന്നു. ഇതെല്ലാം മുകളിൽ നിന്ന് നായകൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്, പെട്ടെന്ന് തന്നെ എനിക്ക് ഉത്തരം ലഭിക്കും എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം അറിയാൻ വേണ്ടി മാത്രമാണ് അയാൾ തന്റെ ജീവൻ പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നു. ഇയാളുടെ കുടുംബത്തിലുള്ളവരെല്ലാവരും നെഞ്ചത്ത് കൈവയ്ക്കുമല്ലോ. ഇയാളും വയസ്സായതിനു ശേഷം നെഞ്ചത്ത് കുറച്ചായി കൈവയ്ക്കാൻ തുടങ്ങുന്നു. വീണ്ടും നായകന്റെ ആരോഗ്യനില വഷളാവുന്നു. കിടക്കയിൽ നിന്ന് എഴുന്നേക്കുന്നില്ല. എപ്പോഴും ചായ കൊടുക്കാൻ ഒരു സ്ത്രീ വരുമല്ലോ, അവരും ഈ അവസ്ഥ കണ്ട് ഞെട്ടിപ്പോവാണ്. ഉടനെ ആചാര്യയോട് ഈ വിവരം പറയുന്നു. ആചാര്യയും വന്ന് എന്താണ് കാര്യമെന്ന് നോക്കുന്നുണ്ട്. എല്ലാ ഡോക്ടർമാരുമായും സംസാരിച്ച് നോക്കുന്നു. അയാളുടെ കണ്ടീഷൻ വളരെ മോശമായി. ഇത്തവണ ഇയാൾ എഴുന്നേക്കില്ല, മരിച്ചു പോവും എന്ന് എല്ലാവരും പറയുന്നു. ഇനി കുറച്ച് ദിവസത്തിനുള്ളിൽ റിസൾട്ട് വരും, അത് കാണാതെ ഇയാൾ മരിക്കുമോ എന്ന് മകനും ചിന്തിക്കുന്നു. എന്നാൽ ഇയാൾ ഉള്ളിൽ ചിന്തിക്കുന്നത് നമ്മളെ കാണിക്കുന്നു. ഇല്ല, ആ റിസൾട്ട് കാണുന്നത് വരെ എൻ്റെ ജീവൻ എന്നിൽ തന്നെ ഉണ്ടാവും, ഞാൻ തീർച്ചയായിട്ടും മരിക്കില്ല എന്ന് അയാൾ പറയുന്നു. അങ്ങനെ റിസൾട്ട് വരുന്ന ദിവസം വന്നെത്തുന്നു. അയാൾ വരുമോ ഇല്ലയോ എന്ന് ചിന്തിക്കുമ്പോൾ നായകൻ പക്കയായി റെഡിയായി അവിടേക്ക് വരുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് ഇത്രയും വർഷം കാത്തിരുന്നത്, ഞാൻ ഇന്നെല്ലാം അറിയാൻ പോവുകയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അയാൾ അവിടേക്ക് വരുന്നു. എങ്ങനെയെങ്കിലും അവൻ നമ്മുടെ മകനല്ല എന്ന രീതിയിലായിരിക്കും റിസൾട്ട് വരിക, അത് അറിഞ്ഞിട്ട് മരിച്ചാൽ പോലും എനിക്ക് കുഴപ്പമില്ല എന്നാണ് അയാൾ ചിന്തിക്കുന്നത്. ഈ സ്ഥലത്ത് ആചാരി ഒരു കാര്യം ഓർത്തു നോക്കുന്നതായി നമ്മളെ കാണിക്കുന്നു. സത്യത്തിൽ ആചാരിയാണ് മൈക്കിൾ മുഖേന ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. അതായത് മനഃപൂർവ്വം വ്യാജമായ ഒരു കേസ് കൊടുത്ത് ഈ ടെസ്റ്റ് വരെ എത്തിച്ചത്. കാരണം നായകൻ ഉത്തരം അറിയണം എന്ന് വിചാരിക്കുന്നുണ്ടല്ലോ, അത് അറിയിച്ചു കൊടുക്കാം എന്ന് കരുതിയിട്ടാണ് ഈ തീരുമാനം എടുത്തത്. അങ്ങനെ ടെസ്റ്റിനുള്ള റിസൾട്ട് ജഡ്ജ് പറയാൻ തുടങ്ങുന്നു. അതെന്താണെന്ന് വെച്ചാൽ മൈക്കിളുമായി 0.01% മാത്രമേ സാമ്യമുള്ളൂ എന്ന റിസൾട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ 99% ആരുമായാണ് സാമ്യമുള്ളതെന്ന് വെച്ചാൽ
അത് നമ്മുടെ നായകനുമായിട്ടാണ്. ഇത് കേട്ട് നായകൻ ഞെട്ടിപ്പോവാണ്. ഇതെങ്ങനെ സംഭവിക്കും എന്നൊക്കെ അയാൾ ചിന്തിക്കുന്നുണ്ട്. ജഡ്ജ് പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല, എനിക്കത് കാണണം, ജഡ്ജ് സാറിന്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിത്താ എന്നൊക്കെ അയാൾ ചോദിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ജഡ്ജിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഇയാൾക്ക് കൊടുക്കുന്നു. എനിക്ക് എന്റെ കണ്ണുകൊണ്ട് കണ്ട് ഉറപ്പാക്കണം എന്ന് കരുതി അയാളത് നോക്കാൻ തുടങ്ങുന്നു. അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും അവൻ ഇയാളുടെ മകനാണ് എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ചില അപൂർവ സാഹചര്യങ്ങളിൽ രണ്ടുപേരും വെളുത്തിട്ടാണെങ്കിലും മകൻ കറുത്ത് ജനിക്കുമല്ലോ, അതുപോലെയാണ് അവൻ ജനിച്ചത് എന്ന് മനസ്സിലാവുന്നു. ഇത് കണ്ട ഉടനെ അയാൾക്ക് വളരെ ഞെട്ടലാവുന്നു. എന്നാൽ ഇയാളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ലഭിച്ചല്ലോ. ഒരു ഘട്ടത്തിൽ അത് നോക്കിക്കൊണ്ട് തന്നെ ഇയാൾ മരിക്കുന്നു. എഴുന്നേക്ക് എന്ന് വിളിക്കുന്നുണ്ട്. എന്നാൽ ആ സ്ഥലത്ത് വെച്ച് നായകൻ മരിക്കുന്നു. ഇത്രയും വർഷം രേണുക പുറത്തു വരാതിരുന്നല്ലോ. ഇപ്പോൾ ജോലിക്കാർ ഭർത്താവ് മരിച്ച വിവരം രേണുകയോട് പറയുന്നു. എന്തായി പറയുന്നത് എന്ന് പറഞ്ഞ് രേണുകയും കരഞ്ഞുകൊണ്ട് ആ റൂമിൽ നിന്ന് പുറത്തു വരുന്നു. ഇപ്പോൾ അയാൾക്ക് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ വെച്ച് ചെയ്യുന്നുണ്ട്. ഒരാൾ മരിച്ചതിന് ശേഷം മനസ്സിലുള്ള കാര്യങ്ങൾ ചെവിയിൽ വന്ന് പറയുമല്ലോ, അതുപോലെ ആദ്യം ഭാര്യ പറയാനായി വരുന്നു. എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങളോട് വഞ്ചന ചെയ്തു. സത്യത്തിൽ രണ്ടാമത്തെ മകൻ നിങ്ങൾക്ക് ജനിച്ച മകൻ തന്നെയാണ്. പക്ഷേ മൂത്ത മകൻ ലാവണ നിങ്ങൾക്ക് ജനിച്ച മകനല്ല എന്ന് അവർ പറയുന്നു. അതേസമയം ഇയാളുടെ സുഹൃത്തായ ആചാര്യയും ഏതോ ഒരു കാര്യം മറച്ചു വെച്ചിട്ടുണ്ട്. എനിക്കും നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന് അയാൾ പറയാൻ തുടങ്ങുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നീ നിന്റെ അച്ഛന് ജനിച്ച മകനാണെന്നാണോ വിചാരിക്കുന്നത്? സത്യത്തിൽ നീ നിന്റെ അച്ഛന് ജനിച്ചതേ അല്ല, നീ ഒരു അനാഥയായ കുട്ടിയാണ് എന്നൊക്കെ അയാൾ പറയുന്നു. ഇപ്പോഴാണ് ഈ രണ്ട് ട്വിസ്റ്റുകളെ കുറിച്ച് നമ്മളോട് വ്യക്തമായി വിശദീകരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, രേണുക ഒരാളെ പ്രണയിച്ചല്ലോ, അയാളുടെ അടുത്ത് തിരികെ വന്ന് ഇപ്പോൾ ഞാൻ ഗർഭിണിയാണ് എന്നവർ സന്തോഷത്തോടെ പറയുന്നു. നീ എൻ്റെ കുട്ടിയെയല്ല ഗർഭം ധരിച്ചിരിക്കുന്നത്, ഇടയ്ക്ക് കുറച്ചുനാൾ ആ രാജാവിൻ്റെ വീട്ടിൽ ജോലിക്ക് പോയല്ലോ, അവനിലൂടെയാണ് ഗർഭിണിയായത്, എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അയാൾ പറഞ്ഞു. അവരും അയാൾ അങ്ങനെ പറഞ്ഞല്ലോ എന്ന് കരുതി സങ്കടപ്പെട്ട് വരികയാണ്. അപ്പോഴാണ് ഈ ആചാരി സംസാരിക്കാൻ വരുന്നത്. കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞിരുന്നവൻ നിന്നെ കല്യാണം കഴിക്കാമെന്ന് വിചാരിക്കുന്നു, നീ അവനെ കല്യാണം കഴിക്കേ എന്ന് അയാൾ പറയുന്നു. ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ വയറ്റിൽ കുട്ടിയുണ്ടല്ലോ, വേണ്ട എന്ന് പറഞ്ഞ് നിരസിക്കുകയാണ്. നീ നിരസിക്കാൻ പാടില്ല, അവനെ കല്യാണം കഴിക്കണം എന്ന് ആചാരി പറയുന്നു. ശരി എന്ന് പറഞ്ഞ് അവരും കല്യാണം കഴിച്ചു. അതിനുശേഷമല്ലേ ലാവണ ജനിച്ചത്. ലാവണ ആ കാമുകന്റെ മകനാണ്. ഇയാൾ വിചാരിച്ചത് അത് തൻ്റെ മകനാണെന്നാണ്. ഇപ്പോൾ നായകന്റെ അച്ഛൻ്റെ കഥ കാണിക്കുകയാണ്. ഭാര്യ പ്രസവിക്കുന്ന സമയത്ത് തന്നെ മരിച്ചുപോയി, കുട്ടിയും മരിച്ചുപോയി. അപ്പോൾ എനിക്ക് അനന്തരാവകാശികളില്ലേ എന്നോർത്ത് ഇയാൾ സങ്കടപ്പെട്ടു. ഇയാൾ ഭാര്യയെ ഒരുപാട് സ്നേഹിച്ചിരുന്നത് കൊണ്ട് മറ്റൊരു കല്യാണം കഴിക്കരുതെന്നും തീരുമാനിച്ചു. ആചാര്യയുടെ അച്ഛനാണല്ലോ ഇയാളുടെ സുഹൃത്ത്, അദ്ദേഹത്തോട് ഈ വിവരങ്ങളെല്ലാം പറയുന്നു. എനിക്ക് മറ്റൊരു കല്യാണം കഴിക്കാൻ കഴിയില്ല, അതേസമയം അനന്തരാവകാശി ഇല്ല എന്ന കാര്യവും എനിക്ക് പുറത്തു പറയാനാവില്ല, എല്ലാവരും എന്നെ മോശമായി സംസാരിക്കും. അതുകൊണ്ട് വേറൊരു കുട്ടിയെ എടുത്തുകൊണ്ടുവന്ന് എനിക്ക് താ, അതിനെ എൻ്റെ കുട്ടിയെ പോലെ ഞാൻ വളർത്താം, എൻ്റെ ഭാര്യയ്ക്ക് ജനിച്ച കുട്ടി എന്ന രീതിയിൽ ഞാൻ വളർത്താം എന്നയാൾ പറയുന്നു. അങ്ങനെ ഒരു അനാഥ കുട്ടിയെയാണ് അദ്ദേഹം വളർത്തിയത്. അതാണ് നായകൻ. ചുരുക്കത്തിൽ നായകൻ ആ രാജവംശത്തിൽ പെട്ടയാളേ അല്ല, ഒരു അനാഥൻ മാത്രമാണ്. എന്നാൽ അച്ഛൻ ഇയാളുടെ മേൽ സ്നേഹം കാണിച്ചല്ലേ വളർത്തിയത്. അതായത് അച്ഛനെ സംബന്ധിച്ച് ഇവൻ ആരുടെ മകനാണെന്നൊന്നും ചിന്തിക്കാതെ സ്നേഹത്തോടെയാണ് വളർത്തിയത്. അതേസമയം ഇവരുടെ വംശത്തിലുള്ള എല്ലാവരും നെഞ്ചത്ത് കൈവയ്ക്കും. സത്യത്തിൽ ആ ശീലം നായകന് തീരെയില്ല. എന്നാൽ ഞാൻ ആ വംശത്തിൽ പെട്ടവനാണ് എന്ന് കരുതി അങ്ങനെ കൈവയ്ക്കാൻ തുടങ്ങിയതാണ്. അവസാനം രണ്ട് ട്വിസ്റ്റുകൾ വെളിവാകുന്നു. അതെന്താണെന്ന് വെച്ചാൽ, ഇയാൾ ആ രാജവംശത്തിൽ പെട്ടയാളല്ല എന്ന് തെളിയുന്നു. ഇതിന് പുറമെ ലാവണയാണ് നമ്മുടെ മകൻ എന്ന് കരുതി ആളവറ്റ സ്നേഹം കാണിച്ച് വളർത്തി. എന്നാൽ ലാവണ സത്യത്തിൽ ഇയാളുടെ മകനായിരുന്നില്ല. അതേസമയം എൻ്റെ മകനല്ല എന്ന് പറഞ്ഞ ആ ചെറിയ കുട്ടിയെ അപമാനിച്ചുകൊണ്ടിരുന്നല്ലോ, അവനാണ് യഥാർത്ഥ മകൻ എന്ന് തെളിയുന്നു. എന്തൊക്കെയായാലും ഇതൊന്നും ഇയാൾക്കറിയില്ല. ഇയാൾ മരിച്ചതിന് ശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നത്. ഇപ്പോൾ ഇയാൾക്കുള്ള അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ലാവണ എന്ന മകൻ തന്നെയാണ് കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. അവസാനം ഒരു കാര്യം തമാശയായി കാണിച്ച് സിനിമ അവസാനിപ്പിക്കുന്നു. സത്യത്തിൽ ലാവണയെ സംബന്ധിച്ച് അവൻ ശരിക്കും ഇയാളുടെ മകനല്ലല്ലോ. ഇപ്പോൾ അച്ഛൻ്റെ സ്ഥാനത്തേക്ക് അവൻ വരുന്നുണ്ടല്ലോ. അച്ഛൻ എങ്ങനെയാണോ നെഞ്ചത്ത് കൈവച്ച രീതിയിൽ ഫോട്ടോ എടുത്തിരിക്കുന്നത്, അതേപോലെ ഇനി മുതൽ ഞാനും നെഞ്ചത്ത് കൈവയ്ക്കണം എന്ന് കരുതി അവനും അതേപോലെ കൈവച്ച് നടന്നു പോകുന്നു. ഇത് കാണിച്ച് അവർ സിനിമയുടെ കഥ അവസാനിപ്പിക്കുന്നു. സോ എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ഇഷ്ടപ്പെട്ടോ? സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.